ജലഗതാഗത സംവിധാനങ്ങൾ വിപുലീകരിച്ച് ദുബായ് 2 പുതിയ ബോട്ട് സ്റ്റേഷനുകൾ കൂടി യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. ദുബായ് ക്രീക്കിലെ വികസന പ്രവർത്തനങ്ങൾ ഇതോടെ പൂർത്തിയായെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. 2030 നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാമാർഗങ്ങളിൽ ഒന്നായി ജലഗതാഗതത്തെ മാറ്റുകയാണ് ദുബായിയുടെ ലക്ഷ്യം. ഇതനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് ദുബായ് ക്രീക്കിലും വാട്ടർ കനാലിലുമായി നടക്കുന്നത്. ക്രീക്കിനോട് ചേർന്നുള്ള 2 ബോട്ട് സ്റ്റേഷനുകളുടെ നിർമ്മാണവും നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായെന്നും യാത്രക്കാർക്ക് തുറന്നുകൊടുത്തുവെന്നും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഓൾഡ് ദുബായ് സൂക്ക്, അൽസബ്ക എന്നീ മറൈൻ സ്റ്റേഷനുകളാണ് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തത്. ദുബായിയുടെ സംസ്കാരവും യാത്രക്കാരുടെ സൗകര്യവും ഒരുപോലെ ചേർത്തുകൊണ്ടുള്ളതാണ് നവീകരണ പ്രവർത്തനങ്ങൾ. യാത്രക്കാർക്ക് കൂടുതൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും കിട്ടുന്ന സ്ഥലം എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തണലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ കൂടുതൽ വ്യാപിപ്പിച്ചു. നിശ്ചയദാർഢ്യക്കാരായ യാത്രക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇക്കൊല്ലം ഇതുവരെ 97 ലക്ഷത്തോളം യാത്രക്കാരാണ് ദുബായ് ജലഗതാഗതത്തെ ആശ്രയിച്ചത്. യാത്രക്കാരിലെ എണ്ണത്തിലെ വർധന പരിഗണിച്ചുകൊണ്ടാണ് ജലഗതാഗത സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.